എല്ലാവർക്കും സേഫ് ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കുറച്ച് സെക്കൻഡ് ഹാൻഡ് കേജസ്, ലാസ്റ്റ് ടൈം നമുക്കിപ്പോൾ ഓൾറെഡി കേജിൽ യൂസ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെയുള്ള കേജസ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന, അതായത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്ന കേജസ്, റെഡിമെയ്ഡ് കേജസ് വന്നിരുന്നത്, അതിന് എല്ലാ അഴികളൊക്കെ ഉണ്ടായിരുന്നു. പെയിൻറ്റ് പോയി സ്വല്പം തുരുമ്പ് പിടിച്ചായിരുന്നു. അപ്പോൾ തുരുമ്പ് കളഞ്ഞിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ച് നല്ല സെറ്റപ്പാക്കി എടുത്തതാണ്. അപ്പോൾ ഇത് ഈ സെയിം സിറ്റുവേഷനിൽ എനിക്ക് കിട്ടിയതാണ്, സെക്കൻഡ് ഹാൻഡായിട്ട് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് എറണാകുളത്തുള്ള ഒരു എക്സിബിഷൻ നടത്തുന്നൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് എടുത്താണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തുള്ള എല്ലാത്തിൻ്റെ അടിഭാഗത്തുള്ള വശങ്ങൾ പോയിരിക്കുന്നതാണ്. കാണിച്ചു തരാം. അടിഭാഗത്തുള്ള ഈ നെറ്റുകളെല്ലാം തന്നെ ഇവിടെ വെച്ച് കട്ടായിരിക്കുന്നതാണ്. മിക്കതിനും സെയിം സിറ്റുവേഷനാണ്. ഇതിന് ഈ പറയുന്ന 6 എണ്ണമാണ് മൊത്തം അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്ന 6 എണ്ണമാണ്. അപ്പം നമ്മളിതിൻ്റെ ബേസ് നമ്മൾ ഒരു റോ ആയിട്ട് നമ്മൾ ഫുള്ള് ചെയ്തതിൻ്റെ ബാക്കി കുറച്ച് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. നെറ്റ് 1/2x1 നെറ്റാണിത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഈ റെഡിമെയ്ഡ് കേജസിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 45x60 സെൻറ്റിമീറ്ററാണ്. അതായത് ഏകദേശം 1.25 x 2 അടി ആണ് ഇതിൻ്റെ അടിയിലുള്ള ഏരിയ. സോ ആ ഏരിയയിൽ നമുക്കതാ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ പഴയ നെറ്റ്. നമുക്ക് ആ രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്ത് നമ്മൾ ഈ നെറ്റ് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ബേസിൽ ഉറപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഞാൻ നെറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഫസ്റ്റ് കട്ടിങ്ങാണ് ഇവിടെ. അതുപോലെ ഒരു 6 സ്പോട്ട് നമ്മളിപ്പോൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഐഡിയ എന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതിൻ്റെ സൈഡിൽ കുറച്ച് ലെങ്ത്തിൽ നീണ്ടു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിനി കട്ട് ചെയ്യാൻ പോകുന്നത് 2 സൈഡിലും സ്വല്പം ലെങ്ത് ഇട്ടായിരിക്കും കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബേസ്, ഇതിന് ഓൾറെഡി ഉള്ള ബേസ് നമ്മൾ അതുപോലെ തന്നെ ഫുൾ എടുത്ത് മാറ്റും. അത് കഴിഞ്ഞിട്ട് ഈ കട്ട് ചെയ്ത ഭാഗം പുറത്തേക്ക് നിൽക്കാൻ പാകത്തിന് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ടാഗ്, നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ടാഗ് വെച്ച് തന്നെ ടൈറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് താഴ്ഭാഗം നിന്നോളും, ഒരു പ്രശ്നമില്ലാണ്ട് അതേപോലെ തന്നെ നിന്നോളും. അങ്ങനെ ഒരു ഐഡിയ ആണ് നമുക്ക് സോഫാറുള്ളത്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് കൂടിയ ആവശ്യം വരുന്ന ടൂൾസ് എന്ന് പറയുന്നത്, ഇതിന് ഓൾറെഡി ഉള്ള ഈ ഒരു കണക്ഷൻ പിടിപ്പിക്കാൻ ഒരു പ്ലെയർ വേണം, അത് നമുക്കുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കട്ടറാണ്, അതും ഭാഗ്യവശാൽ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. അപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മളവിടെ എഗ് ചെയ്തിരുന്ന പെയറിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിലുള്ള അപ്ഡേഷൻ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം അല്ലേ? ശരി. അപ്പോൾ നമ്മളത് ഡയമെൻഷൻസ് അനുസരിച്ചിട്ട് കട്ട് ചെയ്തു. ഒരു കേജിൻ്റെ താഴത്തെ പോർഷൻ നമ്മൾ മാറ്റി നമ്മൾ വെച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ട്രിം ചെയ്ത് മാറ്റാനുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആ സെയിം ഇതിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൈഡുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലൈൻ കമ്പി വന്നിട്ടുണ്ട്, ഇവിടെയും ഓരോ ലൈൻ കമ്പി വന്നിട്ടുണ്ട്. നമ്മൾ നോക്കുമ്പോൾ കുഴപ്പമില്ല, നമുക്ക് അറ്റാച്ച് ചെയ്യുമ്പോൾ പ്രശ്നമല്ല. പക്ഷേ ഇവിടെ ഒരു വിടവ് വരും. ആ വിടവ് വരുന്നത് മാത്രമല്ല, നമുക്ക് ഈ സൈഡിലേക്കുള്ള കമ്പിയിലേക്ക് ഒരു ഇരുത്തം വരണം. അപ്പോൾ ആ ഇരുത്തം വരണമെന്നുണ്ടെങ്കിൽ ഈ ലെയറിലേക്കാണ് വരിക. അപ്പോൾ അത് വരുന്നതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സൈഡിലെ 2 സൈഡിലെയും കമ്പികൾ എടുത്ത് മാറ്റണം. എടുത്ത് മാറ്റിയതിന് ശേഷം അത് നമ്മുടെ ഈ വശത്തുള്ളതിൻ്റെ അകത്തേക്ക് ഈ കമ്പി കയറിയിരിക്കാൻ പാകത്തിന് ചെയ്തതിന് ശേഷം ഈ കമ്പിയിലേക്ക് വന്നിരിക്കും. എന്നാലാണ് അതിൻ്റെ എന്താ പറയുക, വെയിറ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സൈഡിന് വെയിറ്റ് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പീസ് എടുത്ത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കമ്പി അകത്തേക്ക് കയറുകയും ആ കമ്പി വന്നിട്ട് ഇതിലേക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ആ വെയിറ്റ് കറക്റ്റ് സപ്പോർട്ട് ചെയ്യും. അതാണ് നമ്മുടെ ഒരു പരിപാടി ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ മുറിച്ചെടുത്ത എല്ലാ പീസിൻ്റെയും, കാരണം ഇത് നമ്മളിപ്പം മുറിച്ചത് നീളപ്പാടിനാണ്, പക്ഷേ വീതിപ്പാടിനും വന്നിരിക്കുന്ന ലെങ്ത്താണിത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ വിഷയമല്ല. അപ്പോൾ ഏതായാലും ഇതിൻ്റെ താഴത്തെ മണ്ണിൽ കുത്തി വെച്ചിരുന്ന പോർഷൻ തുരുമ്പെടുത്തതായിരുന്നു. അപ്പോൾ അത് ട്രിം ചെയ്ത് കളണമെന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചാണ്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്ന കാരണം 2 വശത്തെയും ഓരോ കമ്പികളും നമുക്ക് അങ്ങ് ട്രിം ചെയ്ത് കളയാം. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത്തിരിയോടെ എളുപ്പമാവും. പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബേസ് ഓരോന്നിനെയും മാറ്റിയതിന് ശേഷം
ഈ രണ്ട് സൈഡിലെയും പോർഷൻ ഈ പറഞ്ഞ കമ്പികൾ നീക്കം ചെയ്ത് അകത്തേക്ക് കയറ്റി വെച്ച് സെറ്റ് ചെയ്ത് സാധാരണ സെറ്റ് ചെയ്യണ പോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ടാഗ് ഉപയോഗിച്ച് നമുക്കങ്ങ് ടൈറ്റ് ചെയ്യാം. അപ്പോൾ സംഭവം അടിപൊളിയാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലെറ്റ് മീ സീ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രണ്ട് പീസ് രണ്ട് സൈഡിലുള്ള കട്ട് ചെയ്തിരിക്കുന്ന എല്ലാത്തിൻ്റെയും കൂടെ അതും കൂടെ ഒന്ന് ട്രിം ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് സൈഡ് കട്ട് ചെയ്ത് കളഞ്ഞു. പുറത്തേക്ക് തള്ളി കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് വശത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഓരോ കമ്പി വെച്ച് നമ്മൾ മാറ്റി അതിന് ശേഷം ഫിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നോർമലി ഇതിൻ്റെ അടിഭാഗം വെച്ചിരുന്നത് ഏത് രീതിയിലാണോ അതുപോലെ തന്നെയാണ് നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട്. അടിഭാഗം ശരിക്കും ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഈ ഒരു കമ്പി ഫ്രണ്ട് ഭാഗമാണിത്. കൂടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഏറ്റവും അവസാനത്തെ കമ്പിയുടെ മുകളിലായിട്ടാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ബാക്ക് സൈഡിൽ, കാരണം ഇവിടെ ട്രേ വയ്ക്കാനുള്ള സ്പേസ് വേണം, അത് കാരണമാണ്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ മുകളിൽ നിന്ന് രണ്ടാമത്തെ കമ്പിയുടെ മുകളിലായിട്ടാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഈ സൈഡിലും ഓരോ ക്ലിപ്പുകളാണ് ഉണ്ടാവുക സാധാരണ നോർമലിൽ. നമ്മളിപ്പോൾ ഓരോ ടാഗാണ് ഇട്ടിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ പുറത്തേക്ക് ഇഷ്ടംപോലെ കമ്പികൾ തള്ളി നിൽക്കുന്നുണ്ട്, നമുക്ക് മടക്കി വയ്ക്കാം താഴേക്ക്. അപ്പോൾ ഇങ്ങനെ തള്ളി നിൽക്കുന്ന കാരണം ഈ വെയിറ്റ് വന്നിട്ട് ശരിക്കും വരുന്നത് ലാസ്റ്റ് ഈ ഒരു ലെയറിൽ കമ്പിയിലേക്കാണ് വെയിറ്റ് മൊത്തം വരുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആവശ്യം. അതായത് ഈ ബേസിൻ്റെ വെയിറ്റ് മൊത്തം ബേസിനേക്കാൾ കൂടുതൽ 4 സൈഡിലേക്ക് അത് സ്പ്രെഡ് ചെയ്താൽ വെയിറ്റ് പോകണം. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊരു ചെയ്തിരിക്കുന്നത് ഓക്കെയാണ്, കെട്ടി വെച്ച് നമുക്ക് ഇത് ബേസിന് വയ്ക്കുന്ന ഒരു പോർഷനാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ക്ലിപ്പ് ചെയ്ത് നമുക്കൊന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്. നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന കമ്പി നല്ല അത്യാവശ്യം ഗേജ് കൂടിയ കമ്പിയുടെ നെറ്റാണ്. നിങ്ങൾക്കറിയാലോ നമ്മൾ ആ വലിയ കേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ കമ്പിയാണത്. ഓക്കെ, നല്ല സ്ട്രോങ് കമ്പിയാണ്. ഇപ്പോൾ അക്കോർഡിംഗ് ടു തിയറി നല്ല സ്ട്രോങ് ആയിരിക്കണം, കാണാൻ കുഴപ്പമൊന്നുമില്ല. യെസ്, നമുക്ക് താഴെ നോക്കാം. നന്നായിട്ട് പ്രസ് ചെയ്യുന്നുണ്ട്, പക്ഷേ താഴേക്ക് ഇരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിതിൻ്റെ ഇപ്പോൾ പുതിയൊരു കേജ് മേടിച്ചാൽ കൂടെ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പം വെയിറ്റുള്ള ബേഡ്സിന് ഇടാനായിട്ട് ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതായിരിക്കും. കിങ് പോലെയുള്ള വെയിറ്റുള്ള നല്ല വെയിറ്റ് വരുന്ന ബേഡ്സിന്. മറ്റത് സാധാരണ ഇതിനൊപ്പം വരുന്ന ഈ സ്റ്റോക്ക് വരുന്ന കമ്പി എന്ന് പറഞ്ഞാൽ ഇത്തിരിയോടെ കനം കുറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഷോർട്ട് ഫേസോ അല്ലെങ്കിൽ ചെറിയ അധികം വെയിറ്റ് വരാത്ത രീതിയിലുള്ള ബേഡ്സിനെ ഇട്ട് കീപ്പ് ചെയ്യാൻ അത് ഉപയോഗിക്കാം. പക്ഷേ ഇത് ഈ രീതിയിൽ ചെയ്തത് കാരണം ഐ തിങ്ക് ദിസ് ഈസ് വേ ബെറ്റർ. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കിതുപോലെ ബാക്കി 5 എണ്ണോടെ ബാക്കിയുണ്ട്, 5 കേജുകൾ ബാക്കിയുണ്ട്. ഇത് ഞാൻ പർച്ചേസ് നമുക്ക് കിട്ടിയത് നമ്മുടെ ഒരു സുഹൃത്ത് അനസ് ഇക്ക എന്ന് പറയുന്നൊരു ഇക്ക നമുക്കുണ്ട്. അദ്ദേഹമാണ് നമുക്ക് ഈ പറയുന്ന പഴയ കേജസ് നമുക്ക് തന്നത്. അദ്ദേഹത്തിനുള്ള നന്ദി നമ്മളോട് സൂചിപ്പിക്കുകയാണ്. ചെറിയൊരു 1 മണിക്കൂർ കൊണ്ട് എനിക്ക് തോന്നുന്നു ബാക്കിയുള്ളതും കൂടെ ചെയ്ത് തീർക്കാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം നമ്മളിപ്പോൾ ചില ആൾക്കാർ ഇതുപോലെ പഴയ കേജസ് ഉള്ളത് ഈ ആക്രിക്കട എന്ന് പറയുന്ന സ്ക്രാപ്പ് വയ്ക്കുന്ന ഷോപ്പിൽ കൊണ്ട് കൊടുക്കും. അവിടെ നിന്ന് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ നമുക്കറിയാവുന്ന പെറ്റ് ഷോപ്പുകളുണ്ടെങ്കിൽ അവരിതുപോലെ ബേസ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉപയോഗിച്ചിട്ട് കാര്യമില്ല, അവർ കളയത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് ഹാൻഡായിട്ട് ഈ സാധനം എടുക്കാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഇത് റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുന്നുള്ളൂ. ഈ സൈഡിലുള്ള നെറ്റിനൊന്നും അധികം പ്രശ്നം ഉണ്ടാവില്ല, അത്യാവശ്യം കുറച്ച് പെയിൻറ്റ് പോയിട്ടൊന്നും ഉണ്ടാവുള്ളൂ. പക്ഷേ ബേസാണ് എപ്പോഴും ഇഷ്യൂ വരിക, അത് നമുക്ക് സുഖമായിട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബേസ് റെസ്റ്റ് ചെയ്യുന്നത് താഴത്തെ നിലയിലുള്ള കമ്പിയുടെ ടോപ്പിലായിരിക്കണം, എന്നാലാണ് വെയിറ്റ് ഇരിക്കാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ചെറിയൊരു ട്രിക്കാണ്, നിങ്ങൾക്ക് കൂടുതൽ ഒപ്പിച്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, സോ അപ്പം നമുക്ക് എഗ് ചെയ്ത ബേഡ്സിൻ്റെ റിസൾട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ സേഫ് ഹൗസിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച് എഗ് ചെയ്തിരുന്ന ബേഡ്സ് എന്ന് പറയുന്നത് അമേരിക്കൻ ഫാൻറ്റയിൽ ഹിപ്പി, നമ്മുടെ ഈജിപ്ഷ്യൻ സ്വിഫ്റ്റ്, പിന്നെ എഗ് ചെയ്തിരുന്നത് ഓക്കെ ഓസ്ട്രേലിയൻ റെഡ്. ഇവരുടെ ശരിക്കും പറഞ്ഞാൽ അവിടെയാണ് ഇവരിവിടെ കയറിയിരിക്കണം. അവരുള്ള ആൾക്കാരൊന്നും പറയണില്ലല്ലോ.
എന്തായാലും ഓക്കെ. സോ ഇവിടെ ഉണ്ടായിരുന്നു ലാഹോറീസിൻ്റെ നമ്മൾ ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെയർ. അവരുടെ എഗ്ഗ് വിരിഞ്ഞില്ല. അത് ഓൾറെഡി ഡീഫോൾട്ടായിട്ടുള്ളൊരു പെയറാണ്, പക്ഷേ ചില സമയങ്ങളിൽ വിരിയാറുണ്ട് കേട്ടോ. അതെന്തോ അവരുടേതായ ഇത്തവണ വിരിഞ്ഞിട്ടില്ല. ഞാനപ്പോൾ എഗ്ഗ് മാറ്റി. ഇവരുടെ ഒരു കുട്ടിയാണ് ഇത്തവണ ഇറങ്ങിയുള്ളൂ, ഒരു എഗ്ഗ് പോയി. പിന്നെ ഈ നമ്മുടെ എക്സിബിഷൻ ഹോമിൻ്റെ ഒരു കുട്ടി ഹാച്ച് ചെയ്ത് ഞാൻ കാണിച്ചു തന്നു. ഇതാ അവരുടെ അടിയിലുണ്ട്. പുള്ളിക്കാരി ഭയങ്കര പ്രശ്നക്കാരിയാണ്, കൈ അധികം ഇടാൻ പറ്റില്ല. അപ്പോൾ അതൊരു കുട്ടിയുണ്ട്. നമ്മുടെ 3 പിള്ളേർ അവർ സുഖമായിട്ടിരിക്കണം. ഇതാണ് ഹിപ്പിയുടെ ഒരു കുട്ടി ഇറങ്ങിയത്, ഇവർക്ക് വെച്ച് കൊടുത്തൊരു കുട്ടി. ആളും സ്ട്രോങ് ആയിട്ടിരിക്കണം, പ്രശ്നങ്ങളൊന്നുമില്ല. കൂടിത്തിരി പ്രശ്നമാണ്, അത് ഞാനൊന്ന് ക്ലീൻ ആക്കാനുള്ളതാണ്. പിന്നെ ഉള്ളത് ഇത് ഹോമറിൻ്റെ ഒരു എഗ്ഗ് വെച്ച് കൊടുത്താൽ ഫാസ്റ്റായിട്ട് സെലക്ട് ചെയ്ത് പെയറിന്. അതൊരു എഗ്ഗ് ചെയ്യില്ലാത്തൊരു പെയറാണ്. അപ്പോൾ ഹോമർ തന്നെ നമ്മൾ ഫാസ്റ്റായിട്ട് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടീനെ വെച്ച് കൊടുത്താൽ, ഇത് ഹാറ്റുള്ള കുട്ടിയാണ് ഇറങ്ങിയിരിക്കുന്നത്. കാണിച്ചു തരാം. തലയിലുള്ള തൂവലിൻ്റെ ഫോർമേഷൻ മുകളിലേക്ക് കുറ്റി കയറിയൊക്കെ ഉണ്ടോ. നല്ല അടിപൊളി ഹാറ്റ് വെച്ചിരിക്കുന്ന ഒരു ചിക്കാണിത്. ഇത്തിരിയുടെ വലുതായി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ഒക്കെ മോനെ ഇതിനേശ ഓക്കെ അദ്ദേഹത്തിന് വിട്ടു. അപ്പോൾ അവളിൻ്റെ തേർനെ ഞാൻ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. ഇവർ ആക്ച്വലി എഗ്ഗ് ചെയ്തു, പക്ഷെ ഒരു എഗ്ഗ് ചെയ്തുള്ളൂ. അത് ഞാൻ ഓൾറെഡി ഇവിടെ ഇത് ഫാസ്റ്റാണ്, അവർക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്ല സോറി, ഇവർക്കല്ല, ഹോമറിനാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് വച്ചിരിക്കുന്ന നമ്മുടെ ഈജിപ്ഷ്യൻ സ്വിഫ്റ്റിൻ്റെ എഗ്ഗാണ് മാറ്റി വെച്ച് കൊടുത്തിരിക്കുന്നത്. കാരണം ഈജിപ്ഷ്യൻ സ്വിഫ്റ്റ് ഫസ്റ്റ് ടൈം എഗ്ഗ് ചെയ്തതാണ് ഇവർ. അപ്പോൾ അത് കാരണം അവർ അലംഭാവം കാണിക്കണമെന്ന് അവർ ഞാൻ മാറ്റി വെച്ച് കൊടുത്താണ്. അതുകൊണ്ട് ഫോസ്റ്ററിൻ്റെ ഒരു എഗ്ഗ് അവർക്കും വെച്ച് കൊടുത്തു. 2-3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് മാറ്റാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് റിസൾട്ട് ഉണ്ടായിരിക്കുന്നത് സോഫാർ. വേറെ ആരും എഗ്ഗ് ചെയ്തിട്ടില്ല. പിന്നെ ഇവരൊക്കെ പ്രോസസ്സിങ് ആണ്. ഇത് ഇവർ ഇപ്പോൾ പെയറായിട്ടുണ്ട്. താമസിക്കേണ്ട മുട്ടകളും ഫുള്ളും നാടനുമാണ്. അത് ഷീൽഡ് ഫുള്ളാണ് ഫീമെയിൽ, മെയിൽ നാടനാണ്. അപ്പോൾ റിസൾട്ട് എന്തായിരിക്കും അറിയില്ല, നമുക്ക് നോക്കാം. ഓക്കെ, സോ അതൊക്കെ താമസിക്കേണ്ട റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പേഴ്സാണ്. അതിൽ ഒരാഴ്ചക്കിടയ്ക്ക് വേറെ ആരും എഗ്ഗ് ചെയ്തിട്ടില്ല സോഫാർ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. സേഫ് ഹൗസിൽ ഇന്ന് നമ്മുടെ ഒപ്പം ചേർന്ന് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്പോൾ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ക്ലോസ് ചെയ്യാം. ടേക്ക് കെയർ ഗൈസ്, ബൈ.